ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ത്രിപുര. ആ ത്രിപുരയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുടെ നിരന്തരം ശല്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ചൈനയുമായെല്ലാം വളരെ വലിയ അതിർത്തി പ്രദേശം ഇല്ലെങ്കിലും അതിന് സമീപമുള്ള ഒരു രാജ്യമാണ് ചൈന. ആ സംസ്ഥാനത്ത് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ടല്ലോ. അവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ പോവുകയാണ്. നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കും അത് ഉപകാരപ്പെടുമോ? തീർച്ചയായിട്ടും. അത് പുതിയ വിമാനത്താവളം നിർമ്മിക്കുക അല്ല ചെയ്യുന്നത്. 30 വർഷമായി ഉപയോഗിക്കാതെ കിടന്ന ഒരു വിമാനത്താവളം, ശരിക്കും അതൊരു വ്യോമത്താവളം, എയർ ബേസ് ആണ് നമ്മുടെ. ആ എയർ ബേസ് പുനരുജ്ജീവിപ്പിക്കുകയാണ്. കൈലാഷ്ഹർ എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് ത്രിപുരയിലേക്കൊക്കെ പോകുന്ന ഈ സിലിഗുരി ഇടനാഴി ഉണ്ടല്ലോ, ചിക്കൻ നെക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്, കോഴിക്കഴുത്ത് വളരെ ചെറിയ ഒരു ഇതാണ്. അത് വഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നത് അതുവഴിയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അടുത്ത് ഇതിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകത്ത് ബംഗ്ലാദേശിൽ ഒരു പുതിയ വിമാനത്താവളം, ശരിക്കും അത് പുതിയതല്ല, അതും ഈ പറഞ്ഞതുപോലെ 1971 ഈ ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട അന്ന് ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രീകരിച്ച ഒരു സ്ഥലമാണ്. വിമാനങ്ങൾ വന്ന് പോകാനും മറ്റുമൊക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് പെട്ടെന്നുണ്ടാക്കിയ റൺവേയും ഒക്കെയാണ് അത്. അവിടെ ഈ കിലോ ഫ്ലൈറ്റ് എന്നാണ് അത് പറയുന്നത്. ആ പ്രതിരോധ യൂണിറ്റ് ഇപ്പോൾ ബംഗ്ലാദേശ് പൊടി തട്ടിയെടുത്ത് 30 വർഷമായിട്ട് അതും പ്രവർത്തിക്കാതെ കിടന്നാണ്. അതിനെ ശരിയാക്കിയെടുക്കുക. അപ്പോൾ ആ ശരിയാക്കി എടുക്കുന്നത് ചൈനയാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഇന്ത്യ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് അവർ യാതൊരു വിധത്തിലുള്ള പ്രതിരോധ സഹായങ്ങളും ഇടപാടുകളും ചൈനയുമായിട്ട് നടത്തിയിരുന്നില്ല. പ്രതിരോധ സഹായങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിരുന്നില്ല. മറിച്ച് അവർ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പോവുകയും നമ്മളുമായിട്ട് പ്രതിരോധ രംഗത്തടക്കം ഇടപഴകുകയും ചെയ്തിരുന്നു. അത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. തീർച്ചയായിട്ടും അത് ഈ ചൈനയുടെ ത്രെട്ട് മറികടക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ പുതിയ ഭീഷണി ഉയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ത്രിപുരയിലെ ഒരു പഴയ വിമാനത്താവളം ഇന്ത്യ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത്. കൈലാഷ്ഹർ എന്ന് പറയുന്ന പഴയ വിമാനത്താവളം. അത് ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് ത്രിപുരയിലുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്, ത്രിപുരയ്ക്കുണ്ടാകുന്ന ഗുണം, നേട്ടം, ത്രിപുരയ്ക്ക് പുതിയൊരു വിമാനത്താവളം കൂടി ലഭിക്കും. മറ്റത് ത്രിപുരയ്ക്ക് പുതിയൊരു വിമാനത്താവളം, പഴയ ഒരു വിമാനത്താവളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ പുതിയൊരു എയർ ബേസ് വിത്ത് ആൻ എയർപോർട്ട്. ഈ എയർപോർട്ടും എയർ ബേസുമായിട്ടുള്ള വ്യത്യാസം, എയർപോർട്ടിൽ നമുക്ക് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാം, ചരക്കുകൾ കൊണ്ടുപോകാം, അതൊക്കെ നടക്കും. പക്ഷേ എയർ ബേസിൽ ഇറ്റ്സ് ഓൺലി ഫോർ നമ്മുടെ എന്താ പറയുക, ആർമി ഓപ്പറേഷന് വേണ്ടി മാത്രമേ, അതായത് വ്യോമസേനയുടെയും കരസേനയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമുക്ക് അങ്ങനത്തെ എയർ ബേസുകളുണ്ട്. അത്തരം നമ്മളിപ്പോൾ പറയുമല്ലോ ലോഞ്ചിങ് പാഡുകൾ എന്നൊക്കെ ഇതൊക്കെ സൈനിക വാക്കുകളാണ്. ലോഞ്ചിങ് പാഡുകൾ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടും മറ്റുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സൈനിക താവളങ്ങൾ പോലെയുള്ള ഒരു ഏർപ്പാടാണ്. ഇത് സൈന്യത്തിന് പെട്ടെന്ന് അവിടെ വരാനും അവിടെ സാധനങ്ങൾ, ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ സമാഹരിക്കാനും സംഭരിക്കാനും ഒരു ഇടമുണ്ടാക്കും. അതിന് സ്ഥിരമായി കാവലുണ്ട്. അതിന് പ്രത്യേകിച്ച് ചുറ്റളവിൽ കാവലേർപ്പെടുത്തും. അതുപോലെ അവിടേക്ക് മിസൈലുകളോ ബോംബുകളോ ഒന്നും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കും. ഇതൊക്കെ ചെയ്യും. ഇതാണ് ഈ ലോഞ്ചിങ് പാഡ്. അങ്ങനെയുള്ള താൽക്കാലികമായിട്ടോ അല്ലാതെയുള്ള ലോഞ്ചിങ് പാഡുകളുണ്ട്. ഇപ്പോൾ നമ്മളത് പറയുന്ന ആർമി സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ പാങ്ങോട്, തിരുവനന്തപുരത്ത് പാങ്ങോട് സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രിഗേഡിയറുടെ ചുമതലയിലായിരിക്കും വരുന്നത്. ബ്രിഗേഡിയറുടെ താഴെ കേണൽ, ലെഫ്റ്റനന്റ് കേണൽ, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ വരും. ഈ ലോഞ്ചിങ് പാഡും അതുപോലെ തന്നെ ഈ വിവിധ തരത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആയുധങ്ങളൊക്കെ സംഭരിച്ചൊക്കെ ചെയ്യും. അതുപോലെ ഒന്നാണ് ഈ വ്യോമത്താവളം, എയർ ബേസ്. അവിടെ കൃത്യമായിട്ടും നമുക്ക് ഈ ആയുധങ്ങളും വെടിക്കോപ്പുകളും മിസൈലുകളും ഒക്കെ സംഭരിക്കാൻ സാധിക്കും. അത് ആവശ്യാനുസരണം അവിടെ നിന്ന് വിതരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കൈലാഷ്ഹറിൻ്റെ കാര്യത്തിൽ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു
വ്യോമത്താവളം മാത്രമല്ല, അവിടുന്ന് പുതിയൊരു വിമാനത്താവളം കൂടിയാക്കി മാറ്റുകയാണ്. അവിടുന്ന് അപ്പോൾ വിമാനങ്ങളും വിമാന സർവീസുകളും അവിടുന്ന് ആരംഭിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. എന്തായാലും ഈ ഡിഫൻസുകാർ നൽകിയ വിവരമനുസരിച്ച്, പ്രതിരോധ വകുപ്പിൻ്റെ പത്രക്കുറിപ്പ് അനുസരിച്ച്, ഈ പുതിയ വിമാനത്താവളം കൃത്യമായിട്ടും നമ്മൾ സൈനിക ആവശ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഈ പുനരുജ്ജീവിപ്പിക്കുന്നത്. ഇത് ചൈന ബംഗ്ലാദേശിൽ വരികയും ബംഗ്ലാദേശുമായിട്ട് സഹകരിക്കുകയും ബംഗ്ലാദേശിന് സൈനികമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ തോതിൽ ചൈനീസ് ആയുധങ്ങൾ സംഭരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് നാം ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് സൈനികർക്കെല്ലാം വളരെ വേഗത്തിൽ എത്താനുള്ള ഒരു അടിസ്ഥാന സൗകര്യം നിർമ്മിക്കാൻ, അല്ലെ അതെല്ലാം അതിനൊരു തയ്യാറെടുപ്പ് നടത്തുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിവേഗമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വികസന പ്രവർത്തനം നടക്കും. ഇപ്പോൾ എയർബേസ് തന്നെ അല്ലേ തിരിച്ചുകൊണ്ട് ഇതൊക്കെ ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, അരുണാചൽ പ്രദേശ് വലിയ തോതിൽ ചൈനയുമായിട്ട് ചൈനയുടെ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രദേശമാണ്. അരുണാചൽ പ്രദേശിൽ വലിയ ശുദ്ധജല തടാകങ്ങളും മറ്റും, അവിടെ വെള്ളത്തിന് നല്ല ജല ലഭ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ജലലഭ്യതയും കൂടി ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ അവിടേക്ക് കടന്നു കയറുന്നത്. വെറുതെ ഭൂമി മാത്രം ലക്ഷ്യമിട്ടല്ല. കുറേ ഭൂമി അവിടെ പറഞ്ഞതുപോലെ, പണ്ട് നെഹ്റു പറഞ്ഞതുപോലെ, ഒരു പുൽനാമ്പ് പോലും കിളിർക്കാത്ത പ്രദേശമാണെന്ന് പറഞ്ഞാണ് നെഹ്റു ലഡാക്കിനും ഈ അക്സായ് ചിഹ്നമൊക്കെ ചൈനയ്ക്ക് കൊണ്ടുപോയപ്പം കയ്യും കെട്ടി നോക്കിയിരുന്നത്. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ഈ പറയുന്നത് പോലെ ശുദ്ധജല ലഭ്യതയുണ്ട്. അപ്പോൾ ചൈന വെറുതെ ഒന്നുമല്ല അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത്, വലിയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത്. പക്ഷേ ഇന്ത്യ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം, ഇന്ത്യ വളരെ പെട്ടെന്ന് അവിടെയൊക്കെ ആക്ട് ചെയ്യുകയും അവിടേക്ക് അതിർത്തിയുടെ തൊട്ടടുത്ത് വരെ, ലൈൻ ഓഫ് കൺട്രോൾ വരെ നമ്മൾ റോഡുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ പത്രക്കാരുടെ ഒരു സംഘം ഈ രാജസ്ഥാനിലും മറ്റുമൊക്കെ സന്ദർശനത്തിന് പോയിരുന്നു, PRDയുടെ ഇതിൽ. അപ്പോൾ ആ പോയതിൽ ഒരാൾ എന്നോട് സംസാരിച്ചു. അദ്ദേഹം നമ്മുടെ ഇതിൽ ചർച്ചയ്ക്കൊക്കെ വരാറുള്ള ആളാണ്, മെട്രോ വാർത്തയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, റജീവ് കുമാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഞങ്ങൾ ഒരു ഒരു മിനി ബസ്സിലാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നല്ല ഒന്നാന്തരം റോഡ്, പിന്നെ നല്ല വീതിയിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഒന്നാന്തരം റോഡ്, നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നില്ല, അത്ര സുഖകരമായ രീതിയിൽ ആ റോഡിൽ കൂടെ യാത്ര ചെയ്യും. 2 വശത്തും മണൽക്കാടുകളാണ്, മണൽ മാത്രമേ ഉള്ളൂ, മണൽ കൂനകളാണ്. അപ്പോൾ ഇവരെ കൊണ്ടുപോയ ഈ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഈ പുല്ല് പോലും കിളിർക്കാത്ത ഈ സ്ഥലത്ത് എന്തിനാണ് നമ്മൾ ഇത്രയും നല്ല റോഡ് കെട്ടിയിട്ടിരിക്കുന്നത്? ഇതൊരു അനാവശ്യ ചിലവല്ലേ? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇവിടുന്ന് നമ്മളൊരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിർത്തിയായി, അപ്പുറം പാകിസ്ഥാനാണ്. നാളെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ആക്രമണങ്ങൾ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് വിമാനങ്ങൾ ഇവിടെ എത്തിക്കുകയും ഈ റോഡ് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ റോഡ് ഉപയോഗിച്ച് വിമാനങ്ങളെ ഇവിടുന്ന് പറത്തി ആകാശത്തേക്ക് കൊണ്ടുപോയി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാം. മാത്രമല്ല അവരുടെ അറ്റാക്കുകളെ നമുക്ക് ചെറുക്കുകയും വേണം. അതിന് വലിയ തോതിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഈ അതിർത്തിയിൽ ഇത്ര മനോഹരമായിട്ട് റോഡുണ്ടാക്കിയിട്ടാണ്. കാരണം എയർപോർട്ടിനകത്ത് വിമാനത്താവളത്തിലെ റൺവേ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ സൈന്യവും ഗവൺമെൻറ്റും വെറുതെ ചെയ്യുന്നതല്ല. ഇതിനൊക്കെ വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഈ കൈലാഷ് ഖറിൽ ഒരു പുതിയ വ്യോമത്താവളം കൂടി ഇന്ത്യക്ക് ഉണ്ടാകുകയാണ്. അത് കൃത്യമായിട്ടും ചൈനയുടെ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ആ ഭീഷണി നേരിടാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതും ഈ പുതിയ വിമാനത്താവളം ത്രിപുരയിൽ വരുന്നത്.